ഇവിടെ ആരും അതിന് ഉപ്പ് നിന്നിട്ടില്ല. ഞങ്ങള് വേറൊരു ടെൻഷനിലേക്കാ. എടാ ഞാനൊരു ചൊല്ലു പറഞ്ഞെന്നേ ഉള്ളൂ. ചൊല്ല്. നിന്റെ തന്തേ ഈ നിൽക്കുന്ന കുറുപ്പ് തറവാട്ട് സ്വത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളഞ്ഞിട്ടേ ഉള്ളൂ, ഒന്നും സമ്പാദിച്ചിട്ടില്ല. അച്ഛാ, അയാള് പറഞ്ഞോന്ന് വെച്ച് നമ്മള് കേസ് തോറ്റുന്നൊന്നും അർത്ഥമില്ല. അല്ല ജിതേട്ടാ, ഒന്നാമത് കഷ്ടകാലമാണല്ലോ. സമയദോഷം കൊണ്ടെങ്ങാനും ഇനി അച്ഛനെതിരെ വിധി വന്ന. അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എത്ര നാൾ അകത്ത് കിടക്കേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ. കള്ളനും കൊലപാതകികളും സ്ത്രീപീഡനക്കാരും ഒക്കെ കിടക്കുന്ന ജയിലില് ഒരു ദിവസമെങ്കിലും അച്ഛനെ കിടക്കേണ്ടി വന്നാലുള്ള അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. മതിയടി, നിർത്ത. മനുഷ്യനിവിടെ ഉരുകി നിൽക്കുമ്പോഴാ അവിടെ ഒരു വൃത്തിയിട്ട സംസാരം. നീ ടെൻഷൻ അടിക്കാതിരിക്കടാ. കള്ളനും കൊലപാതകൾക്ക് മാത്രം കിടക്കാനുള്ളതല്ല ജയില്. ഗാന്ധിജി, നെഹ്റു ഒക്കെ കിടന്നിട്ടുള്ളതാ. മരുന്നെടുത്ത് വെച്ച് കാണാടാ. ഈ അവസ്ഥയിൽ പോലും എനിക്ക് അച്ഛനൊന്ന് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. മോളെ, എന്താ മോളെ ഇത്? ശപിക്കല്ലേ അച്ഛ, ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാ. മോളെ, രാഷ്ട്രീയ രംഗത്തൊന്നും കുറെ കാലമായിട്ട് ഞാൻ വിട്ടു നിൽക്കുക. അതുകൊണ്ട് ബന്ധങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അച്ഛനും ഞാനും പിണക്കാണെന്നോട് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് വലിയ തുകയൊന്നും കടം ചോദിച്ചാലും കിട്ടില്ല. അടുത്ത സുഹൃത്തുക്കൾ പോലും സഹായിക്കാൻ അറയ്ക്കുന്ന സമയം. എന്നാലും അച്ഛനൊരു ജോലി സംഘടിപ്പിച്ചു തരാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഓട്ടോറിക്ഷ കത്തിയതും പണം നഷ്ടപ്പെട്ടതും ഒക്കെ ആയിട്ട് ഞാൻ ആകെ തകർന്നു നിൽക്കുക. തൽക്കാലം നിവർന്നു നിൽക്കാൻ ഒരു കൈത്താങ്ങ് വേണം. തോട്ടിപ്പണി ആയാലും വേണ്ടില്ല മോനെ, ഒരു ജോലി, അതാണ് ആവശ്യം. കോടീശ്വരനായ കുറുപ്പന്റെ മോൻ മരുമോനായപ്പോ അമ്മായി അച്ഛന് തോട്ടിപ്പണിയോ? അങ്ങനൊന്നും ചിന്തിക്കണ്ട അച്ഛ. മാന്യമായൊരു ജോലി തന്നെ നമുക്ക് കണ്ടെത്താം. അമ്മേ, ഹലോ അമ്മേ. എടാ മോനെ, അച്ഛൻ കേസിൽ തോറ്റുപോന്നൊക്കെയാ പറയുന്നേ. അച്ഛനാകെ ടെൻഷനിലുവാ. അമ്മയ്ക്ക് ആകെ പേടിയാവുന്നടാ. ദേ, ഈ സമയത്ത് നീ ഇവിടെ ഉണ്ടാവണം കേട്ടോ. നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ. ശരി അമ്മേ, ഞാനിപ്പോ വരാം. ജഗനെന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. എന്താണെന്നൊന്ന് അന്വേഷിക്കുമോളെ. അതല്ലമ്മേ, വീട്ടില് ജഗന്റെ അച്ഛനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കാം. സുമലതാമ്മ ജഗനോട് ഉടനെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കാം. എന്നാ പോണം മോനെ. ഒരു പ്രശ്നം വരുമ്പോ താങ്ങായിട്ട് ആൺമക്കളിൽ നിന്ന അതൊരു ബലവാ. അത് കിട്ടാത്തവർക്ക് അതിന്റെ മൂല്യം മനസ്സിലാകൂ. ജീവിതം വഴിമുട്ടി നിന്ന് മാധവേട്ടനോട് ഒരു ജോലി വാങ്ങിക്കൊടുക്കാന്ന് മോൻ പറഞ്ഞില്ലേ? അതിലും വലിയൊരു ആശ്വാസം ആ മനുഷ്യന് വേറെ കെട്ടിക്കാണില്ല. ഇനി സമയം കളയണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം. നിങ്ങൾ എത്രയും വേഗം പോകാൻ നോക്ക്. അല്ല, അച്ഛനോട് വേണ്ട, ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാലും ഒന്നും മനസ്സിലാവുന്ന അവസ്ഥയിലായിരിക്കില്ല.
വിശ്വാസമുള്ള ഒരു തറവാട്ടിലെ അച്ഛനമ്മമാരുടെ ചൊല്ലുവിളി കേട്ട് വളർന്ന അനുസരണയെ അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ടായി എനിക്ക് തോന്നുന്നത്. അതെന്താ മുത്തശ്ശി അങ്ങനെ തോന്നാൻ? സാധാരണ വീട്ടിലെ പുരുഷന്മാരൊന്നും ഗർഭിണിയായ ഭാര്യ ഇങ്ങനെ ശുശ്രൂഷിക്കാറില്ല. അവർക്കത് അറിയില്ല. നീ കോടീശ്വരനും വലിയൊരു കമ്പനിയുടെ MD ഒക്കെ അല്ലേ? പക്ഷെ വർഷം നീ ശുശ്രൂഷിക്കുന്നത് പരിചയമില്ലാത്തവരാരെങ്കിലും വന്ന് കണ്ട വർഷം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശമ്പളക്കാരനാണെന്നേ തോന്നുന്നു. അതെ, വളർത്തുഗുണമുള്ള ഒരു കുട്ടിയുടെ ക്വാളിറ്റിയാ. ഒരു കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ എനിക്ക് കിട്ടാതെ പോയ സ്നേഹം ഞാൻ എന്റെ ഭാര്യയ്ക്ക് വാരിക്കൊരു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അതിന്റെ ഗുണഫലം നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ദാ, ചായ കുടിക്കും. ആ ശരി മുത്തശ്ശി. എന്റെ ഗുരുവായൂരപ്പ ഭഗവാനെ. ഈ നശിച്ച കിളവിക്ക് ചാക്കാലിയില്ലേ? ഓരോന്നും വലിഞ്ഞു കയറി വന്നോളും. മനുഷ്യന്റെ സമാധാനം കളയാം. ആ ചായ കുടിക്കേ. ഉണ്ട്